ടു സലം ലേണിംഗ്. അബീമിസ് ആണ് മക്കളി. നമുക്കറിയാം നമ്മുടെ ആ ക്രിസ്മസ് എക്സാം ഇങ്ങനെ എത്തിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ എക്സാമിന് നമ്മുടെ സിലബസ് മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ട്. സോ മാറിയ പാറ്റേൺ എന്താണ്, പുതിയ സിലബസിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ ഇല്ലായിരിക്കും. സോ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പൊ മാറിയ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണ് എന്ന് മിസ് പറഞ്ഞുതരാം. നമുക്കിതാ പണ്ട് 2 മണിക്കൂർ ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ 15 മിനിറ്റ് നമുക്ക് കൂൾ ഓഫ് ടൈം ആയിരുന്നു മുമ്പുണ്ടായിരുന്ന എക്സാം പാറ്റേൺ. അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് കമ്പൽസറി. പുറത്തുനിന്ന് ഒരു പാസേജോ കവിതയോ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്യണം. പിന്നീടുള്ള 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റീസിൽ ഇഷ്ടമുള്ള 4 എണ്ണം നമ്മൾ ആൻസർ ചെയ്താൽ മതിയായിരുന്നു. ഈ ഒരു രീതിയിലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ മുതൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അല്ല, ഈ ഒരു പാറ്റേൺ അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. പുതിയ പാറ്റേൺ എന്താണെന്ന് മിസ് പറഞ്ഞുതരാം. നമുക്കിതാ 2 മണിക്കൂർ 15 മിനിറ്റ് ആണ് ഇനി ടൈം ഉള്ളത്, എക്സാമിന് ടൈം ഉള്ളത്. അതായത് 2 മണിക്കൂർ എന്നുള്ളത് ഒരു 15 മിനിറ്റും കൂടെ എക്സ്ട്രാ ഉണ്ട്. അതിൽ ആദ്യത്തെ 15 മിനിറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എന്താണ്, കൂൾ ഓഫ് ടൈം ആണ്. ഈ 15 മിനിറ്റ് സമയം നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, വായിക്കാൻ വേണ്ടിയിട്ടാണ്, ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീടുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കമ്പൽസറി ആണ്. ഓക്കെ, എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ആൻസർ ചെയ്യണം. അതില് 3ാമത്തതും 4ാമത്തതും ആക്ടിവിറ്റീസിൽ 2 ചോയ്സസ് ഉണ്ട്, 2 ഓപ്ഷൻസ് ഉണ്ട്. എന്നും ബി എന്നും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 3ലും 4ലും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് അത് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. സോ 3ാമത്തതിന് എ എന്നും ബി എന്നും ഓപ്ഷൻ ഉണ്ട്, 4ാമത്തതിനും എ എന്നും ബി എന്നും ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഈ രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാറിയിട്ടുണ്ടാവുക. ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ പാറ്റേൺ ചേഞ്ച്ഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ വൈ ഗേൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കേടാ, ക്യാരക്ടർ സ്കെച്ച് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മൊയ്ന, വൈ ഗേൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മൊയ്ന എന്ന് പറയുന്ന കുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ച്, സ്വഭാവ സവിശേഷതകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൊയ്ന ഓൾവേസ് ആസ്ക് ക്വസ്റ്റ്യൻസ് ദാറ്റ് ബിഗിൻ വിത്ത് ദ വേർഡ് വൈ. വൈ എന്ന് പറയുന്ന ആ വേർഡ് ബിഗിൻ ചെയ്തിട്ട് അതിന്റെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഷീ വാണ്ട്സ് ടു നോ ദ റീസൺ ബിഹൈൻഡ് എവറിത്തിങ്. എല്ലാത്തിനും പിന്നിലുള്ള റീസൺ ആർക്കറിയണം, നമ്മുടെ മൊയ്നയ്ക്ക് അറിയണം. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മൊയ്ന ദ വൈ ഗേൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മൊയ്നയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. ലൈവ്ലി ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഗേൾ ആണ് മൊയ്ന, ഹാർഡ് വർക്കിംഗ് ആണ്, ബ്രേവ് ആണ്, ക്യൂരിയസ് ആണ്, എല്ലാത്തിനെ പറ്റി അറിയാനായിട്ടുള്ള ആകാംക്ഷയുള്ള കുട്ടിയാണ്. അപ്പൊ ഇവിടെ മൊയ്നയുടെ കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മൊയ്നയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് അതിന്റെ ഫോർമാറ്റ് എന്ന് അറിയണം അല്ലെ. സോ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആരുടെ ക്യാരക്ടർ സ്കെച്ച് ആണോ എഴുതുന്നത് അവരുടെ പേര് എഴുതുക. ഓക്കെ, മൊയ്ന എന്നാണെന്നുണ്ടെങ്കിൽ മൊയ്നയുടെ പേര് നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കണം. സോ നെയിം ഈസ് എ ക്യാരക്ടർ, അല്ലാന്നുണ്ടെങ്കിൽ ക്യാരക്ടറിന്റെ ലെസണിലുള്ള നെയിം നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അതിനുശേഷം അവരുടെ കുറച്ച് ക്വാളിറ്റീസ്, ഇവിടെ നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് തന്നിട്ടുണ്ടല്ലേ. മൊയ്ന എങ്ങനെയുള്ള കുട്ടിയാണ്, എങ്ങനെയാണ് ആ കുട്ടി പെരുമാറുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ നല്ല നല്ല ക്വാളിറ്റീസും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏത് ക്യാരക്ടറിന്റെ ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റീസും മോശം ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് എഴുതാം കേട്ടോ. സോ 2-3 ക്വാളിറ്റീസ് എഴുതുക. എന്നിട്ട് ഇത് എങ്ങനെയാണ് ആ കുട്ടി എക്സിബിറ്റ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇപ്പോൾ ക്യൂരിയസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം ആ കുട്ടി എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കും, വൈ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ എക്സാമ്പിൾസ് കൊടുക്കാം, എന്താണ് ആ കുട്ടിയുടെ ക്വാളിറ്റീസ്, അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് കൊടുക്കാം. അങ്ങനെ അവസാനം മൊയ്ന എങ്ങനെയുള്ള ഒരു കുട്ടിയാണ് എന്നുള്ളതിന്റെ ഒരു എൻഡിങ്ങും കൂടെ കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ മൊയ്നയുടെ ആൻസർ എഴുതാം. മൊയ്ന എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹെഡിങ് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ പറയുകയാണെ, മൊയ്ന ഈസ് എ യങ് ഗേൾ ഫ്രം ദ ലെസൺ മൊയ്ന ദ വൈ ഗേൾ. വൈ ഗേൾ എന്ന് പറയുന്ന ലെസണിലെ ഒരു യങ് ഗേൾ ആണ് നമ്മുടെ മൊയ്ന. ഷീ ഈസ് ലൈവ്ലി ആൻഡ് ഇന്റലിജന്റ് ആസ് ഈസ് നോൺ ഫോർ ആസ്കിംഗ് മെനി ക്വസ്റ്റ്യൻസ് ദാറ്റ് ബിഗിൻ വിത്ത് ദ വേർഡ് വൈ എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം മൊയ്ന ലൈവ്ലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇത് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ഹിന്റ് ആണ് അല്ലേ. ഷീ ഈസ് വെരി ക്യൂരിയസ് ആൻഡ് ഓൾവേസ് വാണ്ട്സ് ടു നോ ദ റീസൺ ബിഹൈൻഡ് എവറിത്തിങ്. എപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആണ്, എല്ലാത്തിന്റെയും പിന്നിലുള്ള കാര്യങ്ങൾ അറിയാൻ
അറിയാൻ മോയിനയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്. മോയിന ഈസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് നെവർ ഗീവ്സ് അപ്പ് ഓൺ ലേണിംഗ് ന്യൂ തിങ്സ്. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. സോ ഷീ ഈസ് ഓൾസോ ബ്രേവ് ആൻഡ് കോൺഫിഡന്റ് as she is not afraid to ask questions even when others hesitate എന്ന് പറഞ്ഞാൽ മടിക്കുക അല്ലെ. അപ്പൊ ബാക്കിയുള്ള ആൾക്കാര് ചോദിക്കാൻ മടിക്കുന്ന ചോദ്യങ്ങൾ വരെ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് ചോദിക്കുന്ന ഒരാളാണ് മോയിന. നമുക്ക് ചാപ്റ്ററിൽ അറിയാം അല്ലെ. അപ്പൊ ഇതാ നമ്മുടെ ലോണിന് അല്ലാന്നുണ്ടെങ്കിൽ ലാൻഡ് ലോഡിനോട് താങ്ക്സ് പറയാൻ പറഞ്ഞപ്പോഴേക്കും എന്തിനു താങ്ക്സ് പറയണം, അവർ എന്നോട് താങ്ക്സ് പറയുന്നില്ലല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ അരി കൊടുത്തു വിട്ടതിന് ഞാൻ എന്തിനാ നന്ദി പറയുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ളവർ പറയാൻ മടിക്കുന്ന അല്ലെ ചോദിക്കാൻ മടിക്കുന്ന ക്വസ്റ്റ്യൻസ് വരെ വളരെ കോൺഫിഡന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ മോയിന. ഓവറോൾ മോയിന is a curious, intelligent and a brave girl who teaches us that asking questions help us learn better. Questions ചോദിച്ചാലാണ് നമുക്ക് നന്നായിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുക എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു ക്യാരക്ടറാണ് മോയിനയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം. സോ ഈ ഒരു ചാപ്റ്ററിലെ മോയിനയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ എങ്ങനെ എഴുതണമെന്ന് അടിപൊളിയായിട്ട് മനസ്സിലായല്ലേ. അപ്പൊ ഇതുപോലെ നമുക്ക് കുറേ അധികം ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്റേഴ്സിന്റെ ലൈവും ആൻഡ് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാമുകളും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് നമ്മുടെ 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വജ്ര ബാച്ചിലത് മക്കളെ. അപ്പോൾ വജ്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്നതായ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ആനുവൽ എക്സാം വരെ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് സ്ഥലത്തിനോടൊപ്പം പഠിക്കാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.